ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ശക്തമായ ഒരു റിക്കവറി രേഖപ്പെടുത്തി. നിഫ്റ്റി അതിൻ്റെ ഇൻട്രാഡേ ലോയിൽ നിന്ന് ഏകദേശം ഒരു 150 പോയിൻറ്റിൻ്റെ ഒരു റിക്കവറി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 500-ലേറെ പോയിൻറ്റ് റിക്കവറി രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റി പോസിറ്റീവായ രീതിയിൽ ഇന്ന് ക്ലോസിങ് ചെയ്തു. നിഫ്റ്റിയും സെൻസെക്സും സ്ലൈറ്റ്ലി ഒന്ന് ഫോൾ ആയിട്ടുണ്ട്. പക്ഷേ രാവിലെ നമുക്ക് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് നിഫ്റ്റി ശക്തമായൊരു ഫോളൊക്കെ നമ്മൾ കണ്ടിരുന്നു. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ചാർട്ടിൽ കാണാം ഓപ്പണിംഗ് റേഞ്ച് 24,400. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് സ്ട്രൈറ്റ് അവേ 24,200 വരെ, അതായത് 200 പോയിൻറ്റിൻ്റെ ഫോൾ ഉണ്ടായി. 24,200 നിന്ന് നിഫ്റ്റി ഏകദേശം 100 പോയിൻറ്റ് റിക്കവറി രേഖപ്പെടുത്തി. 130 പോയിൻറ്റ് റിക്കവറി രേഖപ്പെടുത്തി. 24,338 നിഫ്റ്റി ഉള്ളത്. ഇതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഉള്ളത്. ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് ഏകദേശം ഒരു 500 പോയിൻറ്റിൻ്റെ ഒരു റിക്കവറിയാണ് രേഖപ്പെടുത്തിയത്. ശക്തമായൊരു റിക്കവറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റിലയൻസിൽ പ്രോഫിറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളൊന്നും നടന്നില്ല. HDFC ബാങ്ക് വലിയ തോതിലൊന്നും ഇടിഞ്ഞില്ല. ഇന്ന് ITC തുടർച്ചയായിട്ട് റാലി രേഖപ്പെടുത്തുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് നിഫ്റ്റിയിൽ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി. അങ്ങനെ നിഫ്റ്റി 24,300 എന്ന് പറയുന്ന റേഞ്ച് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. M&M ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് M&M ഇന്നും പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് പോയിട്ടുണ്ട്. ഇന്നലെ 6-7% ഇടിഞ്ഞതായിരുന്നു. ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു കഥ പോലെ തോന്നുന്നുണ്ട്. കാരണം ആദ്യം തന്നെ മാരുതി UP യിൽ നിന്ന് അവർക്ക് ടാക്സ് വേവർ കൊടുത്തിട്ടുണ്ട്. അത് 2025 വരെ ആ ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുമെന്ന് മാരുതി പറഞ്ഞു. മാരുതി 6% റാലി രേഖപ്പെടുത്തി നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാരുതിയുടെ ആ ഒരു ഹൈബ്രിഡ് ആ കാറിനാണെങ്കിൽ കൂടിയും ഹൈബ്രിഡിൽ വരുന്ന കാറ് നമുക്കറിയാവുന്ന പോലെ തന്നെ വിറ്റാറയും ഇൻവിക്കോയാണ്. അപ്പോൾ അതിന് ആ ഒരു സെഗ്മെൻറ്റിലുള്ള ഈ ഒരു M&Mൻ്റെ ഒരു കാറാണ് XUV 700 അല്ലെങ്കിൽ 400. അപ്പോൾ ഈ 700ക്ക് 1,00,000 രൂപ കുറച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് ഇന്നലെ M&M ഇടിഞ്ഞിട്ടുള്ളത്. ഇന്ന് ആ ഒരു ഇടിവ് തുടരുന്നുണ്ട്. സൺ TV ഇന്ന് ഏകദേശം ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റാലി രേഖപ്പെടുത്തി. IRDAയും ഏകദേശം ഒരു നല്ല ശക്തമായ ഒരു 10%-ലേറെ റാലി രേഖപ്പെടുത്തി. യെസ് ബാങ്ക് 5% ഒരു റാലി രേഖപ്പെടുത്തി. മൂഡീസ് എന്ന് പറയുന്ന US ബേസ്ഡായിട്ടുള്ള റേറ്റിംഗ് ഏജൻസി ഫിനാൻഷ്യൽ സ്ഥാപനം യെസ് ബാങ്കിനെ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. HPL ഇലക്ട്രിക് കമ്പനി 20% അടുത്ത് റാലി രേഖപ്പെടുത്തി. സ്മാർട്ട് മീറ്റർ ഓർഡർ ലഭിച്ചിരുന്നു. അഹലുവാലിയ കോൺട്രാക്റ്റും 890 കോടി രൂപയുടെ ഓർഡർ കിട്ടിയത് കാരണം ഒരു 6%-ലേറെ റാലി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. US മാർക്കറ്റിൽ ഇന്ന് ഇന്ത്യൻ സമയം 6 മണിക്ക് US ഇൻഫ്ലേഷൻ ഡേറ്റ വരും. US മാർക്കറ്റിൽ നിന്ന് ഒരു പ്രത്യേക ഒരു അപ്ഡേറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്ഡേറ്റാണ്, അത് സത്യമാകാനോ അല്ലെങ്കിൽ അതുപോലെ പോകുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ US പല അനലിസ്റ്റിംഗ് ബ്രോക്കറേജിങ് സ്ഥാപനങ്ങൾ പല രീതിയിലുള്ള പഠനങ്ങൾ നടത്തും. ആ പഠനങ്ങളുടെ പിൻബലത്തിൽ അവർ പല സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തും. അപ്പോൾ അത്തരത്തിൽ പൈപ്പർ സാൻഡർ എന്ന് പറയുന്ന ഒരു അനലിസ്റ്റിംഗ് കമ്പനി പറഞ്ഞിരിക്കുന്നത് US മാർക്കറ്റ് ഒരു ഓവർ വാല്യുവേഷനിലാണ്. ഏകദേശം ഒരു 10% വരെ കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. US മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ്. US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഓൾ ടൈം ഹൈ ആണ്. ഇന്ത്യൻ മാർക്കറ്റും ഓൾ ടൈം ഹൈ ആണ്. ഒരുപാട് സ്റ്റോക്കുകൾ വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിൽ അത് അർഹിക്കാത്തതിനേക്കാളും കൂടുതൽ പ്രൈസിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈവൻ ഇന്ത്യൻ കമ്പനിയിലെയും പല സ്റ്റോക്കുകളും ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ പറയുകയാണെങ്കിൽ ഓരോ മാസവും 20,000 കോടി രൂപയാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടി കിട്ടുന്നത്. ഈ ഫണ്ട് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേ പറ്റുള്ളൂ. സ്വാഭാവികമായ രീതിയിൽ സ്റ്റോക്കുകൾ ശക്തമായ രീതിയിൽ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്തെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ചാർട്ട് മാത്രം കണ്ടാൽ പോരെ, ഫണ്ടമെൻ്റൽ അനാലിസിസ്, PE, EPS, അതല്ലെങ്കിൽ CAGR, അങ്ങനെയുള്ള ഒരുപാട് ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സെബിയും അല്ലെങ്കിൽ NSEയും ഒരുപാട് ചേഞ്ചസ് എല്ലാം തന്നെ വരുത്തുന്നുണ്ട്. ലോട്ട് സൈസ് കൂട്ടിയിട്ട് ഈ ഒരു ഡെറിവേറ്റീവിലേക്ക് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുക, കൊളാട്രലായിട്ട് വെക്കുന്ന സ്റ്റോക്കുകളുടെ എണ്ണം കുറയ്ക്കുക, കൊളാട്രൽ മാർജിൻ കുറച്ച് ഹെയർ കട്ട് കൂട്ടുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. അതൊന്നും തീരുമാനമായിട്ടും വരാത്തത് കൊണ്ട്
അതെന്താകും അതിൻ്റെ ഔട്ട്കം എന്ന് ഉള്ളത് സ്വാഭാവികമായ രീതിയിൽ നമുക്ക് ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. FNO ടാക്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പോലും ആ ഒരു സമയത്ത് യൂട്യൂബിൽ വളരെ ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ ആളുകൾ അത് വിട്ടു. അത് നിയമം വരട്ടെ, ഇനിയും ബഡ്ജറ്റിൻ്റെ സമയങ്ങളുണ്ട്. അത് വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇതൊരു ബിസിനസ്സാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ പല രീതിയിലുള്ള ചലഞ്ചസ് ഉണ്ടാവും. ഞാൻ കാട് കയറി പോകുന്നില്ല, നേരെ നമ്മൾ സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം സ്റ്റോക്കിൻ്റെ വാർത്തയിലുള്ളത് TCS ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. Q1 റിസൾട്ട് വന്നു. അവരുടെ 9% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. സ്ട്രീറ്റ് എസ്റ്റിമേഷൻ ബീറ്റ് ചെയ്യാൻ സാധിച്ചു. 12,040 കോടി രൂപ, 10 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കമ്പനി US-ലും കാനഡയിലും ഫ്രാൻസിലും അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓഫീസ് അല്ലെങ്കിൽ ബിസിനസ് വിപുലപ്പെടുത്തുമെന്ന് അവരുടെ CEO കൃതി വാസൻ അദ്ദേഹം പറഞ്ഞു. IRDA കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് IRDAയിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡബിൾ ആക്കിയിട്ടുണ്ട്. PPCL കമ്പനി ആന്ധ്രാപ്രദേശിൽ അവർ പുതിയ ഒരു പ്ലാന്റ് തുടങ്ങുകയാണ്. ഏകദേശം 5000 ഏക്കർ ലാൻഡ് വേണമെന്ന് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഗവൺമെൻറ് അത് കൊടുക്കാമെന്നുള്ള ധാരണയിലൊക്കെ എത്തിയിട്ടുണ്ട്. വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തുന്നത്. റിലയൻസിനെ സംബന്ധിച്ചുള്ള ന്യൂസ്, റിലയൻസ് ജെഫ്രീസ് പറഞ്ഞത് 2025 കൂടിയിട്ട് റിലയൻസിൻ്റെ ജിയോ IPOയിലേക്ക് വരും. $112 ബില്യൺ വാല്യുവേഷനുള്ള കമ്പനിയായിട്ട് മാറും. തെർമാക്സ് കമ്പനി റാലി രേഖപ്പെടുത്തിയ ഒരു കമ്പനിയാണ് ഇന്ന്. ഇവർ വെർബോ പോളിമേഴ്സായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഷാൽബി ഹോസ്പിറ്റൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ്. മുംബൈയിലെ ആശാ പരീഖ് ഹോസ്പിറ്റൽ ഇവർ 30 വർഷത്തേക്ക് ലീസിന് എടുത്തിട്ടുണ്ട്. ഇന്ന് റാലി രേഖപ്പെടുത്തി. സ്റ്റോക്ക് കീസ്റ്റോൺ റിയാലിറ്റി കമ്പനി, അവർ 88 ഏക്കർ ലാൻഡ് അക്വിസിഷൻ നടത്തി താനെയിൽ. സ്റ്റോക്ക് ഇന്ന് ഗെയിൻ ചെയ്തു. അംബുജ സിമെൻറ്റ്, നൊമോറ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അംബുജ സിമെൻറ്റിനെ അപ്ഗ്രേഡ് ചെയ്തു. ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കമ്പനി മൈക്രോസോഫ്റ്റായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് സൈനപ്പ് ചെയ്തു. ടെസ്മാക്കോ കമ്പനി 40 മുതൽ 45% റവന്യൂ ഗ്രോത്ത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കരസ്ഥമാക്കുമെന്ന് കമ്പനി അവകാശപ്പെട്ടു. GNA ആക്സിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 33 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് കുറഞ്ഞു. JMR എയർപോർട്ട് കമ്പനി, വൈസാഖിലുള്ള ഇവരുടെ എയർപോർട്ട് 2026 ജൂൺ മാസമാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് മുന്നേ തന്നെ കമ്പനി ഈ ഒരു എയർപോർട്ട് ഇനാഗ്രേറ്റ് ചെയ്യുമെന്ന് കമ്പനി അഭിപ്രായപ്പെട്ടു. ഗോൾഡിയാം ഇൻ്റർനാഷണൽ കമ്പനി 60 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഡേറ്റ പാറ്റേഴ്സൺ കമ്പനി DRDOയുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് റഡാർ സിഗ്നൽ പ്രോസസ്സർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഓർഡർ കിട്ടി. ആർവിനൽ കമ്പനി ഒരു മാസം കൊണ്ട് 60%-ലേറെ റാലി രേഖപ്പെടുത്തി. 138 കോടി രൂപയുടെ ഓർഡർ ഇന്നും ലഭിച്ചു. ബജാജ് ഫിൻസർവ് കമ്പനി ഇവരുടെ ഇൻഷുറൻസ് പ്രൊഡക്റ്റിൻ്റെ എല്ലാം തന്നെ റേറ്റ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസാണ് കാണുന്നത്. NBCC കമ്പനിക്ക് 36 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് 3% ഇടിഞ്ഞ് 13.99. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചു. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 58,400, തൊട്ട് താഴെ ബ്രന്റ് ഓയിൽ 85, അതിനും താഴെ ഗോൾഡ് $2,382 പെർ ഔൺസ്. ഇന്ന് $11 ആണ് ഗോൾഡിന് ശക്തമായ ഉയർച്ച കൈവരിച്ചിട്ടുള്ളത്. നിഫ്റ്റിയുടെ സ്പോട്ട് ഇപ്പോൾ 24,315, 24,000 എന്ന് പറയുന്ന അറ്റ് ദ മണി പുട്ട് റൈറ്റ് ചെയ്തത് കാണാൻ സാധിക്കും. ഗ്രീൻ കളറാണ് പുട്ട് റൈറ്റ് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. PCR 0.76 ആണ്. അപ്പോൾ ഗോൾഡെല്ലാം തന്നെ ശക്തമായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ ലൊക്കേഷനിൽ ഇപ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാം തന്നെ പോർട്ട്ഫോളിയോ യൂട്യൂബിൽ പറയുന്ന സമയത്ത് അവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 5 മുതൽ 10% വരെ ഗോൾഡ് ഉണ്ട് എന്നുള്ളതാണ്. ഗോൾഡ് 2-3 രീതിയിൽ നമുക്ക് അക്യൂർ ചെയ്യാം. ഗോൾഡ് ബീസ് വാങ്ങാം, അതല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതും അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇത് 3ഉം ഇലക്ട്രോണിക്കിലാണ് വാങ്ങുന്നത്. ഇത് 3നും വ്യത്യസ്തമായിട്ടുള്ള ബെനിഫിറ്റാണുള്ളത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ചാനലിലൊക്കെ ഉണ്ട്. SGB എന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ ചാനലിൽ. അതിനെക്കുറിച്ച് വിശദമായിട്ട് 2-3 വീഡിയോസ് ഉണ്ട്. അപ്പോൾ എന്താണ് SGB എന്നും SGBയുടെ ബെനിഫിറ്റ് എന്താണെന്നും അതെങ്ങനെ കൊളാട്രലായിട്ട് മാറുമെന്നും അത് എങ്ങനെ ക്യാഷ് ഈക്വലൻ്റ് ആവുമെന്നുള്ള വിശദമായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ പൊതുവേ നമുക്ക് ഉള്ള പോരായ്മ എന്ന് പറയുന്നത് പല കാര്യത്തെക്കുറിച്ചും പല പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള അജ്ഞതയാണ്, അറിവില്ലായ്മയാണ് നമ്മൾ ഇതിൽ വലിയ തോതിൽ ശോഭിക്കാനായിട്ട് ഉള്ള വലിയൊരു വിലങ്ങുതടി. അപ്പോൾ പരമാവധി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പോംവഴി എന്ന് പറയുന്നത്. ഒരുപാട് വീഡിയോസ് കാണാം,
നോളജ് ഗെയിൻ ചെയ്യുക. നമ്മൾ ഉണ്ട് ഇവിടെ, പല വീഡിയോസായിട്ട് എത്താം. അപ്പോൾ ചാനലെല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. താങ്ക് യു. ഗുഡ് നൈറ്റ്.